ഇറാന്റെ തീരത്തേക്ക് അടുക്കുന്ന യുഎസ് കപ്പലിൽ രഹസ്യ സേനകളുണ്ടോ? ഇത് പലർക്കുമുള്ള ഒരു സംശയമാണ്. നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ ഡെൽറ്റ ഫോഴ്സ്. അമേരിക്കയുടെ ഈ അത്യന്താധുനിക രഹസ്യസേന ട്രംപിന്റെ കപ്പൽ വ്യൂഹത്തിലുണ്ടോ? ഡെൽറ്റ ഫോഴ്സിന്റെ സ്ഥിര താവളങ്ങൾ എപ്പോഴും കരഭാഗത്താണ്. അവർക്ക് ആവശ്യമായത് വിശാലമായ പരിശീലന സൗകര്യങ്ങളും ഷൂട്ടിംഗ് ഹൗസുകൾ, കൃത്രിമ നഗരങ്ങൾ, എയർഫീൽഡുകൾ, നിരന്തരമായ പരിശീലന ചക്രങ്ങൾ എന്നിവയാണ്. കടലിലെ ഒരു കപ്പലിൽ അവിടെ ലഭിക്കുന്നത് പരിമിതമായ ഇടമായിരിക്കും, സ്ഥിരമായ കടൽ ചലനം ഉണ്ടാകും. ഇതൊന്നും ഇത്തരം പരിശീലനങ്ങൾക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വിമാനവാഹിനി കപ്പലിൽ മാസങ്ങളോളം ഡെൽറ്റ ഓപ്പറേറ്റർമാരെ പാർപ്പിക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല. വിന്യാസ വേഗതയും അവിടെ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. ഒരു കാരിയർ സമുദ്രങ്ങളിൽ സ്ഥിരമായ സാന്നിധ്യം പുലർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു സംവിധാനമാണ്. എന്നാൽ അതിന്റെ വേഗത അടിയന്തര കരദൗത്യങ്ങൾക്ക് പരിമിതമാണ്. ഡെൽറ്റ ഫോഴ്സ് പോലുള്ള യൂണിറ്റുകൾ മണിക്കൂറുകൾക്കുള്ളിൽ വിമാനമാർഗം ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും എത്തിക്കാൻ സാധിക്കും. ആഴ്ചകളോളം കടലിൽ കാത്തു നിൽക്കുന്നതിനേക്കാൾ നേരിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുന്നതാണ് അവരുടെ ദൗത്യ സ്വഭാവത്തിന് യോജിച്ച ശൈലി. ചിലവിന്റെ കാഴ്ചപ്പാടിൽ നിന്നും ഇതേ നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഒരു ഡെൽറ്റ ഓപ്പറേറ്ററെ പരിശീലിപ്പിക്കാൻ വലിയ തുക ചെലവഴിക്കുന്നു. അത്രയും ഉയർന്ന വൈദഗ്ധ്യമുള്ള മനുഷ്യ വിഭവങ്ങളെ പ്രത്യേക ദൗത്യമില്ലാതെ ഒരു കപ്പലിൽ എപ്പോഴും സ്റ്റാൻഡ് ബൈ ആയി നിർത്തുന്നത് സൈനിക കാര്യക്ഷമതയ്ക്ക് വിരുദ്ധമാണ്. അതിനാൽ അവരെ കരയിലെ താവളങ്ങളിൽ സജ്ജരാക്കി ആവശ്യമായ നിമിഷത്തിൽ മാത്രമേ വിന്യസിക്കാറുള്ളൂ. ഇതൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ഒരു കാര്യം പറയാം. വിമാനവാഹിനി കപ്പലുകൾ സൈന്യത്തിന്റെ രഹസ്യ യോദ്ധാക്കളുടെ സ്ഥിര താവളങ്ങളല്ല. പ്രത്യേക ദൗത്യങ്ങൾക്കായി അവർ താൽക്കാലികമായി കപ്പലുകളിൽ എത്താം. ഒരു സ്റ്റേജിംഗ് പോയിന്റായി അത് ഉപയോഗിക്കാം. എന്നാൽ ദൗത്യം പൂർത്തിയായാൽ അവർ മടങ്ങുകയും ചെയ്യും. പൊതു മാനിഫെസ്റ്റുകളിലോ കപ്പൽ കമ്പനികളിലോ അവരുടെ സാന്നിധ്യം രേഖപ്പെടുത്തപ്പെടില്ല. അതാണ് ആധുനിക സൈനിക ഘടനയുടെ യാഥാർത്ഥ്യം. ശക്തിയുടെ പ്രകടനം മാത്രമല്ല, ശരിയായ ശക്തിയെ ശരിയായ സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ് യുദ്ധത്തിലെ നിർണായക ഘടകം. യുദ്ധവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളിൽ പലരും ഇങ്ങനെയൊക്കെ കരുതാറുണ്ട്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്കുള്ളിൽ കമാൻഡോ സംഘങ്ങൾ ആയിരക്കണക്കിന് എപ്പോഴും എന്തിനും സജ്ജമായി തയ്യാറെടുത്തിരിപ്പുണ്ടാകും എന്നാണ്. പ്രത്യേകിച്ച് എബ്രഹാം ലിങ്കൺ പോലുള്ള കപ്പലുകൾ വരുമ്പോൾ അതിനുള്ളിൽ ഡെൽറ്റ ഫോഴ്സ് പോലുള്ള കരുത്തുറ്റ രഹസ്യസേനകൾ ഉണ്ടാകാം എന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ സത്യം അതല്ല. യഥാർത്ഥത്തിൽ കരസേനയും നാവികസേനയും തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളാണ്, രണ്ട് ലോകങ്ങളാണ്. ഡെൽറ്റ ഫോഴ്സ് എന്നത് കരസേനയുടെ ഭാഗമാണ്. അവർ സാധാരണയായി ഇത്തരം കപ്പലുകളിൽ സ്ഥിരമായി താമസിക്കാറില്ല. വിമാനവാഹിനി കപ്പലിൽ ഏകദേശം 5000 പേർ. സാങ്കേതികമായി അവർ പട്ടാളക്കാരല്ല. അവർ പ്രധാനമായും അമേരിക്കൻ നേവിയിലെ നാവികരും മെറൈൻ കോർപ്സ് എയർ ക്രൂ അംഗങ്ങളുമാണ്. ഇവരുടെ ദൈനംദിന ചുമതലകൾ കരയുദ്ധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയല്ല, മറിച്ച് ഫ്ലൈറ്റ് ഡെക്ക് പ്രവർത്തനങ്ങൾ, യുദ്ധവിമാനങ്ങളുടെ പരിപാലനം, റഡാർ കമാൻഡ് സിസ്റ്റങ്ങൾ, അതിലുപരി ആണവ റിയാക്ടറുകളുടെ സുരക്ഷിത പ്രവർത്തനം തുടങ്ങിയ അത്യന്തം സാങ്കേതിക ഉത്തരവാദിത്വങ്ങളാണ്. അതിനാൽ ഒരു കാരിയറിനെ കരസേനയുടെ താവളം എന്ന നിലയിൽ കാണുന്നത് തന്നെ ആശയക്കുഴപ്പമാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ കരസേനയും നാവികസേനയും രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണ്. ഡെൽറ്റ ഫോഴ്സ് പോലുള്ള യൂണിറ്റുകൾ കരയുദ്ധം, ബന്ദി രക്ഷാപ്രവർത്തനം, ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തവയാണ്. അവയുടെ കമാൻഡ് ഘടനയും പരിശീലന രീതിയും ലോജിസ്റ്റിക്സും എല്ലാം കര കേന്ദ്രിതമാണ്. മറുവശത്ത് വിമാനവാഹിനി കപ്പലുകൾ നാവികസേനയുടെ പരമാധികാര മേഖലയാണ്. സംയുക്ത ദൗത്യങ്ങളെ വിവിധ ശാഖകൾ സഹകരിച്ചേക്കാം എങ്കിലും ആർമി യൂണിറ്റുകൾ നാവിക കപ്പലുകളിൽ സ്ഥിരമായി താമസിക്കുന്നില്ല. ഓരോ സർവീസും സ്വന്തം പ്രവർത്തന തത്വങ്ങളോടെയാണ് മുന്നേറുന്നത്. സമുദ്ര പരിതസ്ഥിതികളിലെ പ്രത്യേക ദൗത്യങ്ങൾക്ക് നാവികസേന ആശ്രയിക്കുന്നത് സ്വന്തം സ്പെഷ്യൽ വാർഫെയർ യൂണിറ്റുകളെയാണ്. കടലിൽ നിന്നും കപ്പലുകളിൽ നിന്നും തീരദേശങ്ങളിലേക്കുമുള്ള റെയ്ഡുകൾക്കായി സീലുകൾ പോലുള്ള യൂണിറ്റുകൾ പരിശീലിക്കപ്പെട്ടവരാണ്. കരയുദ്ധത്തിലും ഭൂഖണ്ഡങ്ങൾക്കുള്ളിലെ രഹസ്യ നീക്കങ്ങളിലുമാണ് ഡെൽറ്റ ഫോഴ്സ് വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളത്. ഒരു ദൗത്യത്തിന് ആരെ നിയോഗിക്കണം എന്നത് അവരുടെ കരുത്ത് മാത്രം നോക്കി അല്ല തീരുമാനിക്കുക, മറിച്ച് ആ ദൗത്യം എപ്രകാരമുള്ളതാണ് എന്ന സ്വഭാവം നോക്കിയാണ്. ഓരോ സേനയ്ക്കും അവരുടേതായ പ്രത്യേക മേഖലകളുണ്ട്. ആ മേഖലകളിൽ അവരാണ് ഏറ്റവും മികച്ചവർ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.